സർ, ഇതുവരെ വന്ന ലോഡൊക്കെ ഞങ്ങളിവിടെ ഇറക്കി വെച്ചെല്ലാം സെറ്റാക്കി. ഇനി സെയിൽസിന് ആവശ്യമുള്ളത് ഗോഡൌണിൽ നിർത്തുന്ന സോർട്ട് ചെയ്താൽ മതി. ആ ശരി സാർ, ചെയ്തേക്കാം. ഓക്കെ, ഞാൻ ചെയ്തേക്കാം. ആ ശരി. ആ ശരി. സന്തോഷ് മാധവ, ആ വിജയെ കാണുന്നില്ലല്ലോ. കടയിൽ മുഴുവൻ ഞാൻ നോക്കി, ഒരിടത്തും എന്നോട് വെക്കുന്നതിനാ? ഞാൻ അല്ലെങ്കിലേ വേറെ കുറെ പ്രശ്നങ്ങളാണ് നിൽക്കുന്നത്. ഏതെങ്കിലും സെക്ഷനിൽ വല്ല ജോലി ചെയ്ത് നിൽക്കുന്നുണ്ടാവും. എവിടെ? അവള് കാണുന്നില്ലെന്നേ. നിങ്ങളിവിടെ നോക്കൊന്നും വേണ്ട, അവള് കടയിലൊന്നും ഇല്ല. എന്താ പറഞ്ഞേ? അവൾ എവിടെ പോയെന്നാ പറഞ്ഞേ? പൂച്ചയില്ലെങ്കിൽ എനിക്ക് നെകളിപ്പ് കൂടില്ലേ, അതുപോലെ തന്നെ നിങ്ങളിവിടെ ഇല്ലെന്ന് അറിഞ്ഞിട്ട് അവളുടെ ഇഷ്ടത്തിന് സ്കൂട്ടർ എടുത്തിട്ട് എങ്ങോട്ടാണെന്ന് അറിയില്ല ഇറങ്ങിപ്പോയി. പോയിട്ട് കുറെ നേരമായി, ഇപ്പോഴൊന്നും വരുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഓ, എന്നോട് ചോദിക്കാതെ കടയിൽ നിന്ന് പുറത്തു പോകാൻ ധൈര്യമായി അവൾക്ക്. നോക്കിക്കോ, ഈ കടയിൽ നിന്ന് തന്നെ നിന്നെ പുറത്താക്കും ഞാൻ. സന്തോഷ് മാധവ, നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തുരത്തി ഓടിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ പ്ലാൻ ചെയ്യും. എന്താ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? മാഡം, നിങ്ങൾ പറഞ്ഞത് വെച്ച് ഞാൻ കുറച്ച് കാര്യമായിട്ട് ആലോചിച്ചോണ്ടിരിക്കല്ലേ. ചെറുതൊന്നുമല്ല, കുറച്ച് കാര്യമായിട്ടുള്ളൊരു പണി കൊടുത്ത് മേലാലവളി കടയിൽ കേറാത്ത പോലെ. ആ ഇതെല്ലാം സ്പാർക്ക് കിട്ടി മാഡം. എന്താന്ന് പറയ്. ഇത് നല്ല സൂപ്പർ ഐഡിയ, പക്ഷെ അത് വർക്ക്ഔട്ട് ആവോ? മാഡം, വർക്കൗട്ട് ആക്കാതെ എന്റെ കൂടെ ഒന്ന് വാ. വാ മാഡം, വാമേ. മാഡം, വിജി ഈ കടയിൽ നിന്ന് തുരത്താൻ വേണ്ടിട്ട് ഇതിനേക്കാൾ നല്ല വേറൊരു ഐഡിയ ഉണ്ടാവില്ല മാഡം. ഐഡിയ ഒക്കെ നല്ലതാ സന്തോഷ് മാധവ, പക്ഷെ അതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നേ? അതെനിക്ക് കൃത്യമായിട്ട് പറഞ്ഞതാ. പൊതുവെ ഈ കോട്ടൺ തുണികളൊക്കെ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് തീ പിടിക്കുന്ന സാധനമല്ലേ. ഇപ്പോ സ്വിച്ച് ബോർഡ്, ദേ ഈ സ്വിച്ച് ബോർഡ് കാണുന്നില്ലേ, അതിലെ വയറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കൂട്ടി പിരിച്ചു കൊടുത്താ അത് ഷോർട്ട് സർക്യൂട്ട് ആവും, പൊട്ടിത്തെറിക്കും. അങ്ങനെ പൊട്ടിത്തെറിച്ചാ അതിൽ നിന്ന് തീ വരും. ആ തീ വന്ന് തുണിയുടെ മേലെങ്ങാനും വീഴുന്ന കാര്യം ആലോചിക്കും. ആ തീ പടപടാന്ന് പടർന്നു കയറി എല്ലായിടത്തും പിടിക്കും. അതോടെ ഈ മുറിയിലുള്ള സകല തുണികളും കത്തിച്ചാമ്പലായി പോകും. അത് കഴിഞ്ഞ് ഇതിനെല്ലാം കാരണം ആ വിജയാന്നും പറഞ്ഞ് അവളുടെ തലയിൽ ഇതിട്ട് നമ്മൾ പോയാ പോരെ. ഈ പ്ലാനൊക്കെ ഓക്കെയാ, പക്ഷെ ഇത് അവളെ ചെയ്തേന്ന് എങ്ങനെ വരുത്തി തീർക്ക? ഇന്ന് രാവിലെ അവള് വന്നപ്പോ തന്നെ അവളെ എന്തെങ്കിലും ചെയ്തൊന്ന് ടോർച്ചർ ചെയ്യാൻ വേണ്ടി കോട്ടൺ തുണി എടുക്കെന്നും പറഞ്ഞ് ഈ സ്റ്റോർ റൂമിലേക്ക് വിട്ടിട്ടാണ് അവൾക്കൊരു പണി ഞാൻ കൊടുത്തത്. അതിനുശേഷം ഏകദേശം കുറെ നേരത്തോളം അവള് ഇതിന്റെ ഉള്ളിൽ കിടന്ന് നരകിക്കായിരുന്നില്ലേ. അതിനി കടയിൽ വേറെ ആരെങ്കിലും അറിയാത്തതുണ്ടോ? എന്തിന്, നമ്മുടെ ഓണറും കൂടി ഇക്കാര്യം അറിയാണെങ്കിലോ. ഇപ്പോ ഈ വയറെടുത്ത് ഈ പ്ലഗ് പോയിന്റിൽ കുത്തി കഴിഞ്ഞാലില്ലേ ഷോർട്ട് സർക്യൂട്ട് ആവുകയും ചെയ്യും. അപ്പൊ എന്താ നടക്കുന്നത് കാണിക്കട്ടെ. എന്റെ കൂടെ നോക്ക്. സൂക്ഷിച്ചേ. ഇനി നോക്കേ. ഇനി ഒന്ന് പറഞ്ഞേ, ഈ സ്വിച്ച് ഇട്ടത് ആരാ? നീയല്ലേ? അയ്യോ, സ്വിച്ച് ഇട്ടത് ബിജി. അപ്പോ ബിജിയാണല്ലേ കാരണക്കാരി. ഈ സ്വിച്ച് ഇട്ടിട്ട് ബിജി അവളുടെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കിയിട്ട് പോയി. അങ്ങനെ ഇതിൽ നിന്ന് ഷോർട്ടായി തീ പിടിച്ച് ഇവിടെയുള്ള സകല തുണി കത്തിപ്പോയി. ആ കഥയില് നമ്മൾ ഓണറോട് പറഞ്ഞു കൊടുക്കണ്ടേ? പിന്നെ എന്താവും?
എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഓണർ ഇവൾക്ക് 4 പേടയും കൊടുത്ത് വിജയ് ഈ കടയിൽ നിന്ന് പറഞ്ഞു വിടില്ലേ? എന്നെ അപമാനിച്ച അവൾക്ക് ഇതിനേക്കാളും വലിയ പണി ഈ ജന്മത്തിന് കിട്ടാൻ പോകുന്നില്ല. നീ എന്തൊക്കെയോ പറയുന്നു. അതുപോലൊക്കെ നടന്നു കഴിഞ്ഞാ ഞാൻ പിന്നെ താഴെ ഇങ്ങനെ നിൽക്കാതെ പറക്കുകയായിരിക്കും. ആ എന്നാ മാഡം പറക്കാൻ തുടങ്ങിക്കോ. ഞാൻ പറഞ്ഞ ഈ പ്ലാൻ ഉറപ്പായിട്ടും വർക്കൗട്ട് ആവുന്നേ. മാഡം, ഈ മുറിയിലാണെങ്കിൽ CCTV ക്യാമറ പോലും ഇല്ല. അതുകൊണ്ട് ഇക്കാര്യം നമ്മളാ ചെയ്തതെന്ന് ഒരു മനുഷ്യനും കണ്ടുപിടിക്കില്ലെന്നേ. മാഡം, നിങ്ങളുടെ കണ്ണിൽ ഒരു പേടി കാണുന്നുണ്ട്. അത് ആദ്യം ഒന്ന് മറച്ചു പിടിക്കാൻ നോക്ക്. സ്വിച്ച് ഇട്ടിട്ട് ഇങ്ങ് വാന്നേ. ആ, ആ. അയ്യോ മാഡം, തീ പിടിക്കാൻ തുടങ്ങി. ഇനി ഇവിടെ നമ്മൾ നിന്നാ ശരിയാവില്ല. വേഗം വാ, ഇവിടുന്ന് പോവാം. വാ. മനോഹര, ഇവിടെ എന്തോ ഒരു കരിഞ്ഞ മണം അടിക്കുന്നില്ലേ? അതെ, എനിക്കും എന്തോ കരിഞ്ഞു മണം അടിക്കുന്നുണ്ട്. എവിടുന്നാ വരുന്നെന്നറിയില്ല. അയ്യോ, എന്താന്ന് വേഗം പോയി ആ, നോക്കാം. ഞാൻ പോയി നോക്കാം. എന്തോ കത്തി എരിയുന്ന മണം പോലെ. സന്തോഷ് മാധവ, സാറേ ഇങ്ങ് വന്നേ. വരുന്നു സാർ. പറഞ്ഞു സാർ. എടോ, എന്തോ കത്തിക്കരിഞ്ഞ് മണം വരുന്നുണ്ട്. അത് എവിടുന്നാ നോക്ക്. അങ്ങനെ മണം വരുന്നുണ്ട്. ശരിയാ സാറേ, ചെറിയൊരു മണം വരുന്നുണ്ട്. അതെ സർ, എവിടുന്നോ എന്തോ കത്തുന്ന മണം വരുന്നുണ്ട്. ഇത് എവിടുന്നാണെന്ന് എനിക്ക് തിരിയില്ല. തീ പിടിച്ചു സാർ. എടോ, വാ, എന്താ നോക്കാം. വാ.